ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരത്തിനായിട്ട് കർത്താവിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. 20-ാം സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ നൽകി തന്ന ചില ആത്മീക ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 20-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുൾമാറാകട്ടെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ശ്രദ്ധിച്ചാൽ കഷ്ടകാലം എന്ന് പറയുന്ന ഒരു പദമാണ്. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാത്തവരായി ആരും ഉണ്ടാകുകയില്ല. പക്ഷെ ലോകമനുഷ്യനിൽ നിന്ന് ദൈവാശ്രയത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ അതെ വ്യത്യസ്തനാക്കുന്നത് ഈ കാലഘട്ടത്തിൽ അവന് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുവാൻ കഴിയും, ആശ്രയം അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ മാധ്യമങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ കഷ്ടത കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്, ഇല്ലേ? കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവർ, വിഷക്കുപ്പിയിൽ, റെയിൽവേ ട്രാക്കിൽ, ഇങ്ങനെ കഷ്ടതകളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ വാർത്തകൾ ഇങ്ങനെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. എന്നാൽ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ ഒരു കാലത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഞാനൊരു കാര്യം ദൈവാത്മാവിൽ നിങ്ങളോട് പറയാം. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കഷ്ടകാലം തകർച്ചയിൽ അവസാനിക്കുകയില്ല. അതിൽ നിന്ന് നിശ്ചയമായും നിങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ടാകും. ദൈവം ആ കഷ്ടതയ്ക്കകത്തൂടെ പണിതെടുത്ത് അതിശക്തമായി പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. അത് മാത്രമല്ല, ആ കഷ്ടതയിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് നമ്മളൊരു ആശ്വാസമായി മാറും. കുറേ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് കൊണ്ട്, ഒരു ദൈവദാസനായതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ കഷ്ടതകൾ, വേദനകൾ അടുത്തറിയാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, മനുഷ്യന്റെ നല്ല കാലത്തേക്കാൾ കൂടുതൽ ഞങ്ങളൊക്കെ ഏറ്റവും അധികം കേൾക്കുന്നത് കഷ്ടതയുടെ കാലങ്ങളാണ്, വേദനയുടെ സമയങ്ങളാണ്, അത്തരത്തിലുള്ള നൊമ്പരങ്ങളുടെയും കണ്ണുനീർത്തുള്ളികൾ വാരി എറിയുന്നതിൻ്റെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നവരിൽ നല്ല പങ്കും വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി ഒരു പ്രാർത്ഥനാ സഹായത്തിനായിട്ട് ആവശ്യപ്പെടുന്നവരാണ്. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ദൈവം അവരുടെ കഷ്ടതകളെ അനുഗ്രഹമാക്കി തീർത്തു. അവരാരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല, അവരാരും തകർന്നു പോയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കഷ്ടത ഒരിക്കലും നമ്മളെ തകർക്കത്തില്ല, നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കത്തില്ല. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ്. ഈ നവംബർ മാസം 26-ാം തീയതി മുതൽ ഞാൻ നാട്ടിലുണ്ടാകത്തില്ല. കുവൈറ്റിലേക്ക് കുറച്ച് ദിവസത്തെ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. പല പ്രിയപ്പെട്ടവരും ഡയറക്റ്റ് ഫോണിൽ വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്. ഇനി ചിലപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ആ യാത്രയെ ഓർത്തുകൊണ്ട്, ആ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് ദൈവമക്കള് ആമേൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുമ്പോൾ അവിടുത്തെ ആശ്വാസവും ഞങ്ങളിൽ പെരുകുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കഷ്ടതയിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഒരു രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മുടെ കഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മളിൽ പെരുകും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. കഷ്ടത ഒഴിച്ചുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. കാരണം യേശു കർത്താവ് പോലും പറഞ്ഞ വാക്കുകൾ എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കഷ്ടത ഒഴിഞ്ഞൊരു ജീവിതത്തിനാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, കഷ്ടകാലം എന്ന് പറയുന്ന ഒരു കാലം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ആ ഒരു കാലത്തിന്റെ അകത്ത് നമ്മൾ നിലവിളിക്കുവാനും
ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ കഷ്ടതയ്ക്കകത്ത് തിരുഹിതം വെളിപ്പെടാനുമായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ കഷ്ടതയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, അടുത്ത നാളുകളിൽ അത്തരത്തിലുള്ള കഷ്ടതയിലൂടെ പോകുന്നവർക്ക് ആശ്വാസമാകുവാൻ നമുക്ക് കഴിയും. സത്യത്തിൽ ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. ആദ്യത്തെ 4 വാക്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അപ്പം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരാൾ തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, ഇല്ലേ? എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് നമുക്കൊന്ന് ആശ്വാസമായിട്ട് മാറാം. നമ്മളെ കൊണ്ടാകുന്നത് പോലെ മറ്റുള്ളവർക്ക് ഒരു ചെറിയ കൈസഹായം ആയി തീരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവ് അതല്ലേ ചെയ്തത്? കാൽവറി ക്രൂശ് എന്ന് പറയുന്ന ഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നുപോയി ആ കഷ്ടതയെ തരണം ചെയ്ത് വിജയകരമായി പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? പിതാവിന്റെ വലതുഭാഗത്തെ രാപ്പകൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ യേശു കർത്താവ് കഷ്ടതയിലൂടെ പോയി അതിനുശേഷം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം കഴിക്കുന്നത് പോലെ മറ്റുള്ള കഷ്ടതയിൽ കടന്നു പോകുന്ന, വേദനയിൽ കടന്നു പോകുന്ന മറ്റുള്ളവർക്കും നമുക്ക് ഒരു ആശ്വാസമായിട്ട് മാറും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടതയിൽ ദൈവത്തിന് സ്തോത്രം, നിനക്ക് ഉത്തരമരുളട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങട്ടെ, വഴിപാടുകളെ ഓർക്കട്ടെ, ഹൃദയത്തിലെ ആഗ്രഹം നൽകട്ടെ എന്നൊക്കെയുള്ളതാണ്. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകി തരുന്നു എന്ന് വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. 20-ാം സങ്കീർത്തനത്തിൽ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകട്ടെ എന്ന് പറയുമ്പോൾ 21-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? 21-2 അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഉള്ള നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ദൈവം സാധിപ്പിക്കും. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് യഹോവ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാണില്ലേ? അപ്പം ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത്? സത്യത്തിൽ ചിലർ ചോദിക്കും, ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരുമോ എന്നുള്ളത്. ആഗ്രഹിക്കുന്നതെല്ലാം ഒന്നും ദൈവം തരത്തില്ല. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിക്കുമെന്നാണ്. യഥാർത്ഥമായിട്ട് ദൈവവചനത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു ദൈവഭക്തന് ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിലെ സാധാരണക്കാരായ മനുഷ്യർ ജീവിച്ചു പോകുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പോലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ഒരു ദൈവഭക്തന് ഉണ്ടാകത്തില്ല. നമ്മളിലേക്കൊന്ന് നോക്കിയാൽ, നമ്മൾ ഈ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഓരോ ദിവസവും നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പല ആഗ്രഹങ്ങളും ഇല്ലാതെയായി. ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ദൈവത്തോടു കൂടെയുള്ള ആ കൂട്ടായ്മയിൽ വസിക്കുക. ഈ ഭൂമിയിൽ തന്നിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ജീവിതമാണെങ്കിലും എങ്ങനെയെങ്കിലും നമ്മുടെ ഉടയവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിനപ്പുറത്തുള്ള ആ ഒരു ലോകത്തിൽ നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് വസിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും. എന്നാൽ ന്യായമായ ലോകത്തിലെ ഒത്തിരി ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ ദൈവം അത് സാധിപ്പിക്കുകയും ചെയ്യും. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ചിലത് നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വേണ്ടി അത് സാധിപ്പിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാകും. പോകട്ടെ, അതല്ലല്ലോ നമ്മളുടെ ചിന്ത. ഇനിയും ഈ സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 5-6 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, അവിടുന്ന് ഉത്തരമരുളും എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുന്ന് നമ്മളെ രക്ഷിക്കാതെ വിടത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രയാസമാകട്ടെ, ഏത് പ്രതിസന്ധി ആകട്ടെ, അത് നാഥന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവിടുന്ന് തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകി തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ വേദപുസ്തകം മുഴുവനും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. അതെ, ആയിരക്കണക്കിന് ദൈവഭക്തന്മാർ അവരുടെ കഷ്ടതകളിലും അവരുടെ വേദനകളിലും അവർ ദൈവത്തിൽ ആശ്രയിച്ചു.
അവർക്ക് ദൈവം കൊടുത്ത മറുപടി ഈ തിരുവചനത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഉത്തരം നൽകിത്തരും എന്നുള്ളത്, അതേ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പാണ്. അടുത്തത് 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഈ കഷ്ടതകളിലും വേദനകളിലും പ്രയാസങ്ങളിലും കടന്നു പോകുമ്പോൾ നമ്മുടെ ആശ്രയം എവിടെയാണ്? ഇവിടെ ആശ്രയിക്കുമെന്ന് മലയാളം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സം ബോസ്റ്റ് ഇൻ ചാരിയറ്റ് എന്നാണ്. ചിലർ പ്രശംസിക്കുന്നത് രഥത്തിലാണ്, കുതിരയിലാണ്. പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ കാണുമില്ലേ? പണത്തിൽ പ്രശംസിക്കാൻ, സൗന്ദര്യത്തിൽ പ്രശംസിക്കാൻ, വിദ്യാഭ്യാസത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇതെല്ലാം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം ഉപരിയായി അപ്പുറത്ത് ദൈവത്തിൽ പ്രശംസിക്കാൻ നമുക്ക് കഴിയണം. പണത്തിൽ പ്രശംസിച്ച, അല്ലെങ്കിൽ സമ്പത്തിൽ പ്രശംസിച്ച ഒത്തിരി പേരെ എനിക്കറിയാം. പിന്നീട് അവരുടെ പണം കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവരൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് പറയാം, ഒരു ദൈവ പൈതലിന്റെ യഥാർത്ഥമായ പ്രശംസ ദൈവത്തിലാണ്. രഥങ്ങളുണ്ടെങ്കിൽ, കുതിരകളുണ്ടെങ്കിൽ, സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ പ്രശംസ കർത്താവിലായി തീരട്ടെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. നമ്മൾ ഈ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വീണുപോയ, തകർന്നുപോയ കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പലരുടെയും ആശ്രയം ഈ ലോകത്തിലെ പലതിലുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ അവിടുന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവമാണ്. കരം പിടിച്ച് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ഓരോ ദിവസവും ആവശ്യമായത് തന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ചിലർ അത് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. കഷ്ടകാലത്ത് ദൈവം ഉത്തരം നൽകട്ടെ. ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ ദൈവം സാധിപ്പിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. തന്ന നല്ല അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കഷ്ടതയിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ചുറ്റുപാടും ഞങ്ങൾ കാണുന്നു. ഒരു വാക്കുകൾ കൊണ്ടെങ്കിലും അവർക്ക് ആശ്വാസമാകുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവർക്ക് കർത്താവെ ഒരു സഹായമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.